പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 1857 വിപ്ലവത്തെക്കുറിച്ചാണ്. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച വിദേശി ആര്? കാറൽ മാക്സ്. 1857 വിപ്ലവം ആരംഭിച്ച സ്ഥലം മീററ്റ്. 1857 വിപ്ലവത്തിന് ബ്രിട്ടീഷുകാർ നൽകിയ പേര് ശിപ്പായി ലഹള. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെ. മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റിയ വർഷം 1857 ഏപ്രിൽ 8. മംഗൾ പാണ്ഡെ അംഗമായിരുന്ന പട്ടാള യൂണിറ്റ് ഏത്? 34 ബംഗാൾ ഇൻഫാൻട്രി. മംഗൾ പാണ്ഡെയെക്കുറിച്ച് പുറത്തിറങ്ങിയ സിനിമ ഏത്? മംഗൾ പാണ്ഡെ 1857 ദി റൈസിംഗ്. 1857 വിപ്ലവത്തിൻ്റെ ചിഹ്നമായി കണക്കാക്കപ്പെടുന്നത് ഏത്? താമരയും ചപ്പാത്തിയും. 1857 വിപ്ലവത്തിലെ ജോവാൻ ഓഫ് ആർക്ക് എന്ന് അറിയപ്പെടുന്നത് ഝാൻസി റാണി. ഝാൻസി റാണി വീരമൃത്യു വരിച്ചത് 1858 ജൂൺ 18. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ഖുദിറാം ബോസ്. 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ കാനിങ് പ്രഭു. താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമം രാമചന്ദ്ര. ഭരത്പൂർ ഏത് സംസ്ഥാനത്തിലാണ്? വെസ്റ്റ് ബംഗാൾ. ക്യൂൻ ഓഫ് ഝാൻസി എന്ന പുസ്തകം രചിച്ചത് മഹാശ്വേതാദേവി. വിപ്ലവം പരാജയപ്പെട്ടതോടെ നേപ്പാളിലേക്ക് പലായനം ചെയ്ത വിപ്ലവകാരി നാനാ സാഹിബ്. ബീഹാർ സിംഹം എന്നറിയപ്പെടുന്നത് കൻവാർ സിംഗ്. താന്തിയ തോപ്പിയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ വർഷം 1859. ഇന്ത്യയിലെ ആദ്യ വനിതാ രക്തസാക്ഷി പ്രീതി ലത. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് കാറൽ മാക്സ് വിലയിരുത്തിയത് ഏത് പത്രത്തിലൂടെയാണ്? ന്യൂയോർക്ക് ട്രിബ്യൂണൽ. 1857 വിപ്ലവത്തിൻ്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് നാനാ സാഹിബ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം ആരുടെ ബുക്കാണ്? താരാചന്ദ്. 1857 വിപ്ലവത്തിൻ്റെ ഫലമായി നാടുകടത്തപ്പെട്ട രാജാവ് ബഹദൂർ ഷാ സഫർ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് 150-ാം വാർഷികം ആഘോഷിച്ച വർഷം 2007. 1857 വിപ്ലവത്തിന് ലക്നൌവിൽ നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത്ത്. ബഹദൂർ ഷാ സഫർ രണ്ടാമനെ നാടുകടത്തിയ വർഷം 1858. 1857 സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും കൂടുതൽ കലാപ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്തിരുന്ന സംസ്ഥാനം ഉത്തർപ്രദേശായിരുന്നു. താന്തിയ തോപ്പിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ കോളിൻ ക്യാമ്പൽ. ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന വിളംബരം ക്യൂൻസ് പ്രൊക്ലമേഷൻ 1858. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? ഝാൻസി റാണിയെ. 1858 നിയമം പാർലമെന്റിൽ അവതരിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു പാൽമേഴ്സ്റ്റൺ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള മാക്സ് പ്രവാസ് എന്ന മറാത്ത ഗ്രന്ഥം രചിച്ചത് വിഷ്ണു ഭട്ട് ഗോഡ്സെ. 1857 ദ ഗ്രേറ്റ് റിബല്യൻ ആരുടെ ബുക്കാണ്? അശോക് മേത്ത. റാണി ലക്ഷ്മിബായിയുടെ യഥാർത്ഥ പേര് മണികർണിക. ഇതോടെ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. 1857 റിപ്പീറ്റഡ് ആയ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇതെല്ലാം. PSC, UPSC മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമിനുകളിലെല്ലാം ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം പരിശോധിച്ചിട്ട് എടുത്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് വേണം ഏത് പരീക്ഷയ്ക്കും പോകാനായിട്ട്. മറ്റൊരു വീഡിയോയുമായിട്ട് വേഗം തന്നെ വരാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.